ഹലോ, നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഫാദി ടൂറ് പോയിട്ട് ഓനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. സമയം ഇപ്പോൾ 7:45 കേട്ടോ. 8 മണിക്ക് ഓൻ്റെ സ്കൂൾ വണ്ടി വരും. രാത്രി ആയതുകൊണ്ട് പിന്നെ ഒറ്റക്കായതുകൊണ്ട് പേടിയായിട്ട് ഞാൻ അമ്മനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് പിന്നെ ആരും ഇല്ലല്ലോ, എന്ത് ചെയ്യാൻ? കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. സിംഗിൾ പാരൻറ്റിന് അത് മനസ്സിലാവും എൻ്റെ വിഷമം. ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി വെയിറ്റ് ചെയ്യാണ്. ഉമ്മ പിന്നെ അവിടെ എത്തിയപ്പോൾ കുറേ അറിയുന്ന ആൾക്കാരുണ്ട്, ഓലോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഉമ്മക്ക് നല്ല എൻജോയ്മെൻ്റ് ആയി. ഞാനവിടെ പോസിറ്റീവായി. അങ്ങനെ വണ്ടി വന്നിട്ടോ 2 ബസ്സിലാണ് ഇവർ പോയത്. ഫസ്റ്റത്തെ ബസ്സിലാണെന്ന് വിചാരിച്ച് ഞാൻ കുറേ തിരയൊക്കെ ചെയ്തു. പക്ഷെ അതിൻ്റെ അകത്തൊന്നും അല്ല, രണ്ടാമത്തേലായിരുന്നു. ഇതിൽ കുറേ തിരഞ്ഞ് പിന്നെ മറ്റേലേക്ക് തിരയാൻ പോയി. നരിക്കുനിയുള്ള ബൈത്തുലിസയിലാണ് മോൻ പഠിക്കുന്നത്. അവിടുന്ന് ടൂറ് പോയത് കക്കാടംപൊയിലുള്ള സ്കൈ വേവ് പാർക്കിലേക്കാണ്. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. നല്ല ടീച്ചേഴ്സൊക്കെ ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഭയങ്കര ഇതാണ്. നമ്മളിപ്പോൾ ചെറിയ മക്കളെ വിട്ടാലും നമുക്കത്ര വിഷയമൊന്നുമില്ല, സങ്കടമൊന്നും പെടാനില്ല. അവർ നല്ലോണം നോക്കിക്കോളും. പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റപ്പെടുന്ന പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. അത് എത്ര ആയാലും അങ്ങനെ തന്നെയാണ്. ആരൊക്കെ ഉണ്ടായാലും എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ പറയാം, എനിക്ക് എല്ലാവരെയും ഭയങ്കരമായിട്ട് സഹായിക്കാനും അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡാണ്. ഓൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കും. പക്ഷേ എനിക്കൊരാവശ്യം വരുമ്പോൾ ആരും ഉണ്ടാവില്ല കേട്ടോ. അത് പൊതുവെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എനിക്കെൻ്റെ മോനും ഞാനും എന്നുള്ളൊരിതിലാണ് എപ്പോഴും ഉണ്ടാവലുള്ളൂ. ഞാൻ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറുമില്ല ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും. അവർക്കൊരു ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും പറയാറുമില്ല. എനിക്കെൻ്റെ മോൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടാണെങ്കിലും ഒരു ജോളിയായിട്ട് എങ്ങോട്ടെങ്കിലും പോവുക, അടിച്ചു പൊളിക്കുക, ആ ഒരു മൈൻഡാണ് എനിക്കും മോനും ഒക്കെ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഞാൻ ആരുടെ കാര്യത്തിലും അങ്ങനെ ഇടപെടാറുമില്ല. അതന്നെ ഒരു കണക്കിന് നല്ല. ആരെയും കാര്യത്തിൽ കൂടുതലായിട്ട് ഇടപെടാതിരിക്കുക. ഞാൻ അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഭയങ്കര മനക്കട്ടിയുള്ളതാണെന്ന്. പക്ഷേ വെറുതെ വിചാരിക്കേണ്ട. ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവത്തിന് എനിക്ക് ആരും ഇല്ലെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് എനിക്ക് ആരും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ കിടന്ന് കരയും, മോങ്ങും ഞാൻ വെറുതെ. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ? സൂപ്പർ. അടിച്ചു പൊളിച്ചിനോ? നല്ല ഡാൻസൊക്കെ കളിച്ചിനോ? ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിച്ചന്നപ്പോൾ ഇഷ്ടപ്പെട്ടോ? ഇതുപോലത്തെ ട്രിപ്പ് ഇനി പോകണോ? വേണം. ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറിയാണ് കേട്ടോ. പക്ഷേ 8:30 ആയതുകൊണ്ട് എല്ലാ ഷോപ്പും അടച്ചു പോയി. അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് ചായ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ആ വിഷമത്തിൽ വീട്ടിലെത്തി. അത്രേ ഉള്ളൂ ഗൈസ്.